നങ്ങേലിയമ്മയുടെ മുലമുറപ്പിച്ച നാടായിരുന്നു കേരളം. ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉരുക്കുകോട്ട പോലെ കൊടുകുത്തി വാണിരുന്ന നാടായിരുന്നു കേരളം. അതുകൊണ്ട് തന്നെ കേരളവും ഇന്ത്യയും ഒരു വലിയ കാലഘട്ടത്തിൽ സംസ്കാരശൂന്യമായ ഒരു പ്രദേശം തന്നെയായിരുന്നു. പിന്നീട് 18-ാം നൂറ്റാണ്ടോടുകൂടി അയ്യാ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ സമത്വ സമാജം ആരംഭിച്ചതു മുതലാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക്, മാനവിക പ്രസ്ഥാനങ്ങൾക്ക് ആരംഭമുണ്ടാകുന്നത്. ഇതിനുശേഷം കേരളം ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും ഡോക്ടർ കായാത്ത് ഗോപാലൻ്റെയും മുതലായ മന്നത്ത് പത്മനാഭൻ മുതലായ യുഗപുരുഷന്മാരുടെ ആദർശങ്ങൾ സ്വാംശീകരിച്ച് കേരളത്തിലെ ജനതയും കേരളവും ഒരു നവകേരളമായി കേരളം നിർമ്മിക്കപ്പെട്ടു. ആ ഒരു കാലയളവിലാണ് കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന സവിശേഷമായ ഒരു പേര് കൂടി ലഭിക്കുന്നത്. പക്ഷേ കേരളം ഇന്ന് നോക്കുകയാണെങ്കിൽ 21-ാം നൂറ്റാണ്ട് ആരംഭിച്ച് 25 വർഷത്തോട് അടുക്കുമ്പോഴും കേരളത്തിൽ ഇന്ന് കാതലായ മാറ്റങ്ങൾ കേരളത്തിലെ ജനതയിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അവരുടെ തനത് സംസ്കാരത്തെ ഒഴിവാക്കി മറ്റുള്ള ഉപഭോക്തൃ സംസ്കാരത്തിന് അടിമപ്പെടുകയാണ്. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ വരെ കേരളത്തിൽ ശക്തമായി നിലയുറപ്പിച്ചിരുന്ന മാനവിക പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ഇന്ന് ഒരു സ്ഥിര കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കേരളത്തെ ഒരു കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന പശ്ചിമഘട്ടത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കാർന്ന് തിന്നുകയാണ് കേരളത്തിലെ ജനം. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇന്ന് കേരളത്തിന് മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഒരു പ്രമുഖ സംഘടന അവരുടെ മുഖപത്രത്തിൽ പറയുകയുണ്ടായി, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കാതിരുന്നത് ജാതി വ്യവസ്ഥ എന്നൊരു വ്യവസ്ഥിതി ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷേ കേരളത്തിലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരായി സംഘടിച്ച് ശക്തരായ കേരളീയ ജനത ആ ഒരു ആശയത്തെ എതിർക്കാതെ സ്വാംശീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കേരളത്തിൽ മാനവിക പുരോഗമന പ്രസ്ഥാനങ്ങൾ നാശത്തിൻ്റെ വക്കിലാണ് എന്ന് സൂചിപ്പിക്കാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഉദാഹരണം കൂടിയുണ്ട്. അതിന് 2023 മറ്റോ പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ നടന്ന നരബലിയും അതിന് ഉദാഹരണമാണ്. അപ്പോൾ കേരളം എത്ര നവകേരളമായി മാറിയിട്ടുണ്ടോ എന്നത് നമ്മൾ